പണം എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ? പണം നമ്മുടെ ഒരു മെച്ചപ്പെട്ട ഒരു ലൈഫ് എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എന്നുവെച്ചാൽ പ്രാഥമികമായ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതാണ് പണത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട്. ആ സ്വപ്നം എനിക്ക് വളരെ കുറവാണ്. എന്താ പറയുക, ഒരു ലളിതമായ ഒരു ജീവിതം മാത്രമേ ഇതുവരെ നയിച്ചിട്ടുള്ളൂ. അപ്പോൾ വിവാഹം വരുമ്പോൾ പ്രേമ വിവാഹമായിരുന്നു അല്ലേ? അത് അങ്ങനെ പ്ലാൻ ചെയ്തതാണോ? ആദ്യം അറേഞ്ച്ഡ് മാരേജിന് ഈ പ്രേമമൊക്കെ ആർക്കും പ്ലാൻ ചെയ്യാൻ അങ്ങനെയല്ല, അറേഞ്ച് ചിലര് വിചാരിക്കും ഞാൻ അല്ല അങ്ങനെയല്ല. പക്ഷെ അവള് ആ പ്ലാനിങ്ങിന്റെ ഭാഗമാവണ്ടേ? അത് അവളെടുക്കുന്ന തീരുമാനമല്ലേ? അത് ശരിയാണ്. നമുക്ക് വൺ സൈഡഡ് ആയിട്ട് കുറെ പ്ലാനിങ്ങും ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന കുറെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ചിലര് വളരെ ക്ലിയർ ആയിട്ട് അവർ പറയും ഞാൻ അറേഞ്ച്ഡ് മാരേജ് തന്നെ ചെയ്യും, എനിക്കിങ്ങനെ ഇഷ്ടമില്ല, എൻ്റെ അച്ഛനും അമ്മയും നോക്കി വെക്കുന്ന പെണ്ണിനെ മാത്രമേ കല്യാണം ചെയ്യുമെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം. അതിന് ബ്രേക്ക് ചെയ്തിട്ടാണോ ഈ പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം എന്ന് പറയുന്ന ആ ഒരു സംഗതിയുടെ വലിയൊരു ആളൊന്നും ആയിരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? കല്യാണം കഴിക്കില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. കാരണം എനിക്ക് കുറച്ചുകൂടെ നമ്മളുടെ എപ്പോഴും ഒരു സ്വതന്ത്രമായിട്ട് നടക്കാനും, നമ്മൾ മൊത്തത്തിൽ ജീവിതത്തിലൊരു ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? വേറെ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചഴിച്ചിട്ട് അവരുടെ ജീവിതവും കൂടി നമ്മൾ തകരാറിലാക്കണമെന്നുള്ള സ്വതന്ത്രം പോയിട്ട് എത്ര കൊല്ലായി? അല്ലല്ല, ഇപ്പൊ അങ്ങനെ സ്വാതന്ത്ര്യം പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. സ്വാതന്ത്ര്യം കുറെ നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പോഴും. എടുക്കാൻ ശീലം ഉണ്ടാവണം, എടുക്കാൻ കഴിയണം. നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും നടക്കാറില്ല. ഇത് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് സംശയങ്ങളായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരു കല്യാണ ജീവിതത്തിനൊന്നും പറ്റിയ ആളല്ല എന്നുള്ളൊരു തോന്നൽ. മനസ്സിലായില്ലേ? അത് കാരണം പക്ഷെ പിന്നെ ഞങ്ങൾ തമ്മിൽ പരിചയം ആവുകയും ഒക്കെ ചെയ്തപ്പം ആ തീരുമാനമൊക്കെ മാറി. നിങ്ങൾ ആദ്യം വിചാരിച്ച ഇൻഡിസിപ്ലിൻഡ് എന്ന് പറഞ്ഞില്ലേ, ആ ഇൻഡിസിപ്ലിൻഡ് കുറെയൊക്കെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും പിന്നെ വീട്ടിൽ വരും, എപ്പോഴെങ്കിലും ഇറങ്ങിപ്പോകും എന്നൊക്കെ പറയുന്ന സംഗതികൾ പലപ്പോഴും സിനിമയുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് വേണ്ടി വരും. എന്ന് വെച്ചാൽ ഇൻഡിസിപ്ലിൻ ആവുക പറയുന്നത് ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണമില്ലാതെ പോയി കളയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് മാറിയെന്ന് മാത്രം. പക്ഷെ ഒരു നല്ല ബലമായിട്ട് തന്നെ യുവർ വൈഫ് ഇസ് ദേർ വിത്ത് യു അല്ലേ? ഷീ ഈസ് ഓൾവേസ് സപ്പോർട്ടഡ്. എത്ര കാർ വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞ് പുഷിങ് യു ടു ദാറ്റ്. അല്ല, അത് റിയലിസ്റ്റിക് അല്ലല്ലോ. 9 കാർ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വാങ്ങിക്കാൻ പറ്റും. അവരെക്കാളും നമുക്ക് ബെറ്റർ കാർ വേണം. അങ്ങനത്തെ ഒരു അൺറിയലിസ്റ്റിക് ആവാൻ നടക്കണ്ടേ? കുട്ടികൾ 2 ആൺമക്കളാണ്. അവർക്കാർക്കും സിനിമയിലൊന്നും അല്ല. മൂത്ത മകനും ചില സിനിമകളൊക്കെ പാടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമയിൽ പാടിയിരുന്നു. രണ്ടാമത്തവൻ 10th പഠിക്കാൻ. സിനിമയിലേക്ക് തുടർന്ന് പാടാനുള്ള ഒരു ആഗ്രഹം ഉണ്ടോ മൂത്തമാന്? അവനാഗ്രഹം കാണും. നമ്മളതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാറില്ല. ഈ ഞാൻ അവനെ സിനിമയിലേക്ക് പാടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയോ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം അതൊക്കെ പ്രൊഫഷണൽ സമീപനമല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ സ്വന്തക്കാരെയൊക്കെ പിടിച്ച് സിനിമയെ കയറ്റുക, അത് നമ്മൾ കുറച്ചുകൂടെ ഗൗരവത്തോടെ സിനിമയെ സമീപിക്കുന്ന ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ പാടില്ലാത്തതാണ്. അത്തരം ഇമോഷൻസ് ഒക്കെ നമ്മൾ മാറ്റി വെക്കണം. അവൻ പാടുന്നത് എനിക്കിഷ്ടമാണ്, പക്ഷെ അത് എൻ്റെ സപ്പോർട്ട് കൂടിയിട്ട് പാടുക എന്ന് പറയുന്ന പരിപാടിയോട് എനിക്ക് താല്പര്യം. പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഈ പ്രൊഫഷൻ എന്തെങ്കിലും ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആസ് എ ഫാദർ? അല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരാൾക്ക് എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അത് പുറത്തു വരണം, അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. മലയാളത്തിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അതൊക്കെ അയാൾ തീരുമാനിക്കേണ്ട വിഷയങ്ങളാണ്. താങ്കൾ തീരുമാനിച്ച പോലെ. അതെ, തീർച്ചയായിട്ടും. അയാൾക്ക് അയാളുടെ സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ കിട്ടുമെങ്കിൽ അയാൾ ശ്രമിക്കുകയോ ശ്രമിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യും.
അത് അയാളുടെ ഇഷ്ടത്തിന് വിടുകയാണ്. ഞാൻ അതിനകത്ത് നമ്മൾ കൈ കടത്തുന്നത് ശരിയല്ല. പിന്നെ അയാളുടെ ജീവിതത്തെ തകർക്കുന്ന രീതിയിൽ ഏതെങ്കിലും റൂട്ടിലേക്ക് അയാൾ മാറിപ്പോകുമ്പം ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരില്ല എന്ന് വിചാരിക്കാം.